بسم الله الرحمن الرحيم. هل ينظرون إلا الساعة أن تأتيهم بغتة وهم لا يشعرون. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. يا عباد لا خوف عليكم اليوم ولا أنتم تحزنون. الذين آمنوا بآياتنا وكانوا مسلمين ادخلوا الجنة أنتم وأزواجكم تحبرون يطاف عليهم بصحاف من ذهب وأكواب وفيها ما تشتهيه الأنفس وتلذ الأعين وأنتم فيها خالدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1719 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഖ്റൂഫിലെ 66 മുതൽ 71 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل ينظرون إلا الساعة أن تأتيهم بغتة وهم لا يشعرون. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. يا عباد لا خوف عليكم اليوم ولا أنتم تحزنون. الذين آمنوا بآياتنا وكانوا مسلمين ادخلوا الجنة أنتم وأزواجكم تحبرون يطاف عليهم بصحاف من ذهب وأكواب وفيها ما تشتهيه الأنفس وتلذ الأعين وأنتم فيها خالدون. صدق الله العلي العظيم. സൂറത്തു സുഖ്റൂഫിലെ 66 മുതൽ 71 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പൂർവിക സമൂഹങ്ങളിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ടിരുന്ന ദൂതന്മാരോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഈ സൂറത്തിലെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു നിർദ്ദേശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ആലിഹത്തിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പൂർവിക പ്രവാചകന്മാരാരെങ്കിലും നിർദ്ദേശിക്കുകയുണ്ടായോ, അവരാരെങ്കിലും അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുകയുണ്ടായോ എന്നതാണ് ചോദിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന കാര്യം. അവരാരും അങ്ങനെ ചെയ്തിരുന്നത് കൊണ്ടല്ല, മറിച്ച് അക്കാര്യം എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിരുന്നത് ഒരേ കാര്യമാണ് എന്ന സംഗതി വ്യക്തതയോടുകൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയുണ്ടായത്. ആ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് അള്ളാഹു ചില പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണ സംഭവങ്ങൾ വിവരിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലായിട്ട്. മൂസ അലൈഹിസ്സലാമിന്റെ സംഭവബഹുലമായ ജീവിതത്തെ വളരെ സംക്ഷിപ്തമായിട്ട് പരാമർശിച്ചു. അതിനുശേഷം ഈസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായത്. യഥാർത്ഥത്തിൽ അതൊരു ചോദ്യത്തിന് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് കൂടിയാണ് ആ വിഷയം പരാമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ചില സൂചനകൾ നമുക്ക് ഈ ആയത്തുകളിൽ കാണാൻ സാധിച്ചു. നേരത്തെ മക്കയിൽ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഇങ്ങനെ പൂർവിക പ്രവാചകന്മാരാരെങ്കിലും അങ്ങനെ പറഞ്ഞോ എന്ന് ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഈസാ അലൈഹിസ്സലാമിന്റെ അനുയായികളായ ക്രൈസ്തവ സമൂഹം അദ്ദേഹത്തെ ദൈവപുത്രനായി കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തുകയുണ്ടായതും ഈസാ അലൈഹിസ്സലാം ജനങ്ങളെ പ്രബോധനം ചെയ്യുകയുണ്ടായത് നേരത്തെ മറ്റു പ്രവാചകന്മാരൊക്കെയും തന്നെ ഏതൊരു മാർഗത്തിലേക്കാണോ ജനങ്ങളെ പ്രബോധനം ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാർഗത്തിലേക്കാണോ ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നത്, അതേ മാർഗത്തിലേക്ക് തന്നെയാണ് ഈസാ അലൈഹി ഇസ്ലാമും ജനങ്ങളെ പ്രബോധനം ചെയ്യുകയുണ്ടായത് എന്ന കാര്യമാണ് ഇവിടെ വിവരിക്കപ്പെട്ട കാര്യങ്ങളുടെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനെ തുടർന്നാണ് അള്ളാഹു ആളുകളുടെ നിലപാടുകളുടെ പരിണിതിയായി അവര് ഏറ്റുവാങ്ങാൻ പോകുന്ന പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ട് അതിലെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളുടെ വിഷയം പരാമർശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ഈ 66 മുതൽ 71 വരെയുള്ളതും അതിനെ തുടർന്നുള്ള ഏതാനും ആയത്തുകളും ഈ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമായിട്ടും മക്കയിലെ സത്യനിഷേധത്തിന്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായിട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിലകൊള്ളുന്ന ആളുകളെ മുഖ്യമായിട്ടും അഭിസംബോധന ചെയ്യുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ഒരു ചോദ്യരൂപത്തിലാണ് ഈ ഭാഗം തുടങ്ങുന്നത്. ഹൽ യൻളുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത നൽകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വിഷയങ്ങളിലും ചരിത്രപരമായി അതിനുള്ള പിൻബലമായി പ്രവാചകന്മാരുടെയൊക്കെ ജീവിത ദൗത്യ നിർവഹണ സംഭവങ്ങൾ വിവരിക്കപ്പെട്ടതിലൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടതിലേറെ വ്യക്തത വന്നിട്ടുണ്ട്. എന്നിട്ടും ഈ ആളുകൾ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാതെ നിലകൊള്ളുന്നത് അവർക്ക് ബുദ്ധിപരമായി ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള യുക്തിപരമായി നിഷേധിക്കാൻ കഴിയാത്തതായി അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ, അത് അംഗീകരിക്കാൻ, അത് പ്രഖ്യാപിക്കാൻ ഈ ആളുകൾ സന്നദ്ധരാവുന്നില്ല. അവര് ഇനിയും എന്തോ വരട്ടെ എന്ന നിലക്ക് കാത്തു നിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലാഹു ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഹൽ യൻളുറൂന, ഈ ആളുകള് കാത്തു നിൽക്കുകയാണോ, പ്രതീക്ഷിച്ചിരിക്കുകയാണോ? ഇല്ല സാഴത്ത, ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വന്നു ചേരാനല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം സാഴത്ത് യാഥാർത്ഥ്യമാവുക എന്നതല്ലാത്ത എന്തെങ്കിലും വേറെ കാത്തിരിക്കാനുണ്ടോ എന്നതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം, അള്ളാഹു എല്ലാവരെയും മരിപ്പിച്ച് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ സന്ദർഭം വന്നു ചേരുന്ന ആ ഒരു കാര്യം കൂടി ഉണ്ടാവുക എന്നതല്ലാത്ത വേറെ വല്ലതും കാത്തിരിക്കുകയാണോ ഈ ആളുകൾ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് കൺമുന്നില് പാരത്രിക ലോകം എന്നതൊരു യാഥാർത്ഥ്യമായിട്ട് കൺമുന്നില് പ്രത്യക്ഷപ്പെടുക എന്നതല്ലാത്ത യാതൊന്നും ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ശേഷിക്കുന്നില്ല. അവർക്ക് ആവശ്യമായ ഹുജ്ജത്തൊക്കെയും അവരുടെ മുന്നിൽ അനാവൃതമാക്കപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ പിൻബലങ്ങളൊക്കെയും നൽകപ്പെട്ടിട്ടുണ്ട്. യുക്തിയുടെയും ബുദ്ധിയുടെയും ഒക്കെ തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ട വ്യക്തത എല്ലാറ്റിനും അള്ളാഹു വരുത്തിയിട്ടുണ്ട്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുന്നതിന് സാഴത്ത് സംഭവിക്കുക എന്നതല്ലാത്ത ഒന്നും വരാനില്ല എന്നതാണ് അള്ളാഹു നൽകുന്ന സൂചന. അവർ കാത്തിരിക്കുന്നത് അൽ യൻളുറൂന ഇല്ല സാഴത്ത,
അവര് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് ഈ സാഴത്ത് സംഭവിക്കുക എന്നതല്ലാതെ വേറെ വല്ലതുമാണോ എന്നതാണ് ചോദ്യം. അപ്പോ അൽ യൻളുറൂന ഇല്ല സാഴത്ത അൻ തഅതിയഹും ബഗ്തതൻ, അത് ഈ സാഴത്ത് എന്നത് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി നനച്ചിരിക്കാത്ത വിധത്തില് അങ്ങ് വരുന്നതല്ലാത്ത വേറെ വല്ലതും അവര് കാത്തിരിക്കുന്നുണ്ടോ? വഹും ലാ യശൂറൂൻ, അവരൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ സാഴത്ത് വന്നു ചേരുക. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒട്ടും കാത്തിരിക്കാതെ, തീർത്തും അപ്രതീക്ഷിതമായും നനച്ചിരിക്കാത്ത വിധത്തിലും സാഴത്ത് വന്നു ചേരുന്നു എന്നതിനെ അല്ലാതെ വേറെ വല്ലതും ഇവർക്ക് കാത്തിരിക്കാനുണ്ടോ എന്നാണ് ഇവിടെ ഈ അവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവിക സന്ദേശം അത് എല്ലാ നിലക്കും കൃത്യതയുള്ളതും പൂർണ്ണതയുള്ളതും വ്യക്തതയുള്ളതും ഒക്കെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ വ്യക്തതയോടുകൂടിയാണ് കാര്യങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് പിൻബലമായി പ്രകൃതിപരവും ചരിത്രപരവും ഒക്കെയായ തെളിവുകളും അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട്. പൂർവിക പ്രവാചകന്മാരുടെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ബോധ്യം വരാൻ എന്താണ് ആവശ്യമായിട്ടുള്ളത്? ഇതിൽ കൂടുതൽ എന്താണ് അവർക്ക് തെളിവായിട്ട് വേണ്ടത്? ഇവരുടെ കാത്തിരിപ്പ് അന്ത്യസമയം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം അങ്ങ് വന്നു ചേരുക, അതും വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത നിലക്ക് ഉണ്ടാവുക എന്നതല്ലാതെ വേറെ വല്ലതും അവർക്ക് കാത്തിരിക്കാനുണ്ടോ എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. ഹൽ യൻളുറൂന ഇല്ല സാഅത അൻ തഅതിയഹും, സാഅത്ത് അവരിലേക്ക് എത്തിച്ചേരുക, ബഗ്തതൻ പെട്ടെന്ന്, വഹും ലാ യശൂറൂൻ, അവർക്ക് അതിനെക്കുറിച്ചൊരു തോന്നല് പോലും ഉണ്ടാവാത്ത അവസ്ഥയിൽ. സാഴത്ത് വന്നു ചേരാൻ പോകുന്നു എന്നൊരു തോന്നല് പോലും അവരിൽ ഉണ്ടാവാത്ത അവസ്ഥയിൽ വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്നായി ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം ആഗതമാവുന്നു, അന്ത്യനാൾ വന്നു ചേരുന്നു. ഇതല്ലാതെ വേറെ വല്ലതും അവര് കാത്തിരിക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ അള്ളാഹു ചോദിക്കുന്നത്. വേറെ വല്ലതും കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ അവിശ്വാസികളായിട്ടാണല്ലോ നിലകൊള്ളുന്നത്. അതുകൊണ്ട് അവരെ വിശ്വാസ മാർഗത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ അന്ത്യനാള് സംഭവിക്കുന്നത് അവർക്ക് അനുഭവപ്പെടുന്ന പെട്ടെന്ന് ഒരു അനുഭവമായിട്ട് ഉണ്ടാകുന്നതല്ലാത്ത വേറെ വല്ല തെളിവും അവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കാനുണ്ടോ എന്നതാണ് ചോദ്യം. ഈ സാഴത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവസരമില്ല. അന്ത്യനാള് വന്നു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിയുടെയും അന്ത്യമായാലും ലോകാന്ത്യമായാലും അത് സംഭവിക്കുന്നതോടുകൂടി ആളുകൾക്ക് സ്വന്തം കാര്യത്തിലുള്ള തീരുമാനം എടുക്കാനുള്ള അവസരം തീർന്നു കഴിഞ്ഞു, അവസാനിച്ചു കഴിഞ്ഞു. പിന്നീട് അവർക്ക് വിശ്വാസം പ്രഖ്യാപിക്കുവാനോ വിശ്വാസത്തിന്റെ മാർഗം അവലംബിച്ചു എന്ന് പറയുവാനോ ഒന്നും അവസരമില്ല. അത് സ്വീകരിക്കപ്പെടുന്നതുമല്ല. ഫിറഔന്റെ അനുഭവം ഖുർആൻ വ്യക്തമായിട്ടും വിവരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ നിങ്ങളുടെ അവസരം തീർന്നു പോയി എന്ന നിലക്കുള്ള ബോധ്യം ഉണ്ടാകാൻ സാധിക്കുന്ന വിധത്തില് അന്ത്യനാൾ വന്നു ചേരുന്നതല്ലാതെ വേറെ വല്ലതും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് കാത്തിരിക്കാനുണ്ടോ എന്നതാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. അന്ത്യനാൾ വരുമ്പോ അത് വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഒരു നിലക്കും അവർക്ക് അതിനെക്കുറിച്ചൊരു തോന്നല് പോലും ഉണ്ടാവാത്ത വിധത്തിലാണ് വന്നു ചേരുക. അന്ന് ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. അൽ അഖില്ലാഉ യൗമഇദിൻ, ആ നാളിൽ മിത്രങ്ങളൊക്കെയും എങ്ങനെയായിരിക്കും? അൽ അഖില്ലാഉ യൗമഇദിൻ, ഖലീൽ എന്നാണ് അടുത്ത കൂട്ടുകാരനെ കുറിച്ച് അറബി ഭാഷയിൽ പറയുന്ന ഒരു വാക്ക്. ഖലീൽ, ഖലീൽ എന്ന് പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പൊ അൽ അഖില്ലാ എന്നത് അതിന്റെ ബഹുവചനാണ്, ഖലീൽ എന്നതിന്റെ ബഹുവചനാണ്. അൽ അഖില്ലാ, സുഹൃത്തുക്കൾ, മിത്രങ്ങൾ, അടുത്ത സൗഹൃദമുള്ള ആളുകൾ. ഇന്ന് ഭൗതിക ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഏത് നെറികേടിനും
നമ്മളോടൊപ്പം നിൽക്കാൻ പല കൂട്ടുകാരും ഉണ്ടായിരുന്നു വരും. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനെന്നുള്ള സന്നദ്ധത കാണിക്കാതെ, അതിലൊന്നും വലിയ താല്പര്യം കാണിക്കാതെ, അയാൾ എന്റെ കൂട്ടുകാരനാണ് എന്നതിനാൽ അയാളെ ഞാൻ പിന്തുണക്കുന്നു എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഈ ഭൗതിക ലോകത്ത് പലരും ഉണ്ടാവും. അങ്ങനെയാണ് പല താല്പര്യങ്ങളുടെയും പേരിലാണ് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. സൗഹൃദങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ശരിയും തെറ്റും നേരും നെറിയും നീതിയും അനീതിയും ഒന്നും വിഷയമാകാറില്ല. ഞങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കും, ചങ്ക് പടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവര് പരസ്പരം ആ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുക, അല്ലെങ്കിൽ അത് ശക്തമായി നിലനിർത്തുക. ഇതാണ് പൊതുവെ നിലപാട്. എന്നാൽ അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്ന ഈ സൗഹൃദങ്ങളൊക്കെയും എന്തായിട്ടാണ് മാറുക? ഈ മിത്രങ്ങളൊക്കെ എന്തായി മാറും? അൽ അഖില്ലാഉ യൗമ ഇദിൻ. ആ നാളിൽ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ മിത്രങ്ങൾ, ആത്മമിത്രങ്ങൾ, വളരെ അടുത്ത കൂട്ടുകാരായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നവരൊക്കെ എന്താകും? ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വുൻ. അവര് പരസ്പരം ശത്രുക്കളായി മാറും. അവർക്ക് പരസ്പരം സൗഹൃദം ഉണ്ടാവില്ല. കാരണം ആ സൗഹൃദം അവർക്ക് ഒരു നിലക്കും പ്രയോജനമായിട്ടില്ല എന്നതാണ് കാരണം. എന്നല്ല, വലിയ ദ്രോഹമായി മാറി എന്നതാണ് സത്യം. ഈ സൗഹൃദം ജീവിതം വിജയകരമാക്കി മാറ്റാൻ അവർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല എന്നത് മാത്രമല്ല, ജീവിതം വമ്പൻ പരാജയമാകുന്നതിന് ഈ സൗഹൃദങ്ങൾ കാരണമായി എന്നതുകൂടി ആളുകൾ ബോധ്യപ്പെടുന്ന ഒരു ദിവസമാണത്. ആ നാളിൽ സൗഹൃദങ്ങളൊക്കെയും പരസ്പരം ശത്രുതയായിട്ട് മാറും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇല്ലൽ മുത്തഖീൻ എന്നാണ് തുടർന്ന് പറയുന്നത്. ഇല്ലൽ മുത്തഖീൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സൗഹൃദമല്ലാത്ത, മുത്തഖികൾക്ക് പരസ്പരമുള്ള സൗഹൃദമല്ലാത്ത ബാക്കി എല്ലാ സൗഹൃദവും അവിടെ തകർന്നടിയും. അത് ശത്രുതയായിട്ട് മാറും. ഇവൻ കഴിഞ്ഞ ഭൂമിയിലെ കാലഘട്ടത്തില് എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്നതിന്റെ പേരില് അയാളോട് എനിക്കൊരു ഇഷ്ടമുണ്ടാവുക എന്നൊരു സംഗതി സംഭവിക്കില്ല. അന്നേരം വിദ്വേഷവും വെറുപ്പും മാത്രമേ അത്തരം അടുത്ത സുഹൃത്തുക്കളോട് അനുഭവപ്പെടുള്ളൂ. കാരണം ഈ സുഹൃത്തുക്കളാണ്, ആ സൗഹൃദമാണ് ഈ ആളുകൾക്ക് വലിയ പരാജയം ഒരുക്കുകയുണ്ടായത് എന്നതാണ് വസ്തുത. സത്യം കാണാനും പരസ്പരം സഹനം അവലംബിക്കാനും ഉപദേശിക്കുന്ന സുഹൃത്തുക്കളായിരുന്നില്ല അവര്. അങ്ങനെയാണല്ലോ ഒരു ചെറിയ സൂറത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അങ്ങനെയാണ് സൂറത്തുൽ അസ്റിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവരും പരസ്പരം സത്യം പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ ഉപദേശിക്കുകയും അതുപോലെ സഹനം അവലംബിക്കാൻ ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ബാക്കി എല്ലാവരുടെയും കാര്യം നഷ്ടമാണ് എന്നാണ് ഖുർആൻ അവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ വലിയ ആത്മമിത്രങ്ങളായി ജീവിതകാലം മുഴുവനും പരസ്പരം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളുകളായിരിക്കും. പക്ഷെ അവര് സത്യം കണ്ടെത്തുന്നതിനോ നന്മ പ്രവർത്തിക്കുന്നതിനോ ഒന്നും തന്നെ പരസ്പരം പ്രയോജനം ചെയ്തവരായിരുന്നില്ലെങ്കിൽ, സഹനം അവലംബിക്കാൻ പരസ്പരം ഉപദേശിച്ച ഒരു സൗഹൃദം അവരുടേത് ആയിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ നഷ്ടമായി മാറും. അപ്പൊ നമ്മുടെ ജീവിതത്തെ നഷ്ടമാക്കി മാറ്റിയവനാണ് ഇയാൾ എന്ന് മനസ്സിലാകുമ്പോൾ അങ്ങനെ ഒരാളോട് എന്ത് സൗഹൃദമാണ് നമുക്ക് തോന്നുക? ഇയാളാണ് എൻ്റെ ജീവിതം പാഴായി പോകുന്നതിന് വലിയ കാരണമായത് എന്നത് ഒരാളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പൊ പിന്നെ അയാളോട് എന്ത് സൗഹൃദമാണ് സാധിക്കുക? അപ്പൊ ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, സാഴത്ത് ഇന്ന് ഈ സാഴത്ത് ഇങ്ങ് സംഭവിക്കട്ടെ എന്നുള്ള നിലക്ക് കാത്തു നിൽക്കുകയാണ് ഇവർ. തീരുമാനം എടുക്കാൻ അവരിപ്പോ സന്നദ്ധല്ല. എന്നെല്ലാം നിഷേധികളായിട്ട് തന്നെയാണ് അവർ നിലകൊള്ളുന്നത്. എന്നിട്ട്
ബോധ്യപ്പെട്ട യുക്തിയുടെയും ബുദ്ധിയുടെയും തലത്തിൽ ബോധ്യപ്പെട്ട ഹക്ക് അംഗീകരിക്കാനും അതിനെ പിന്തുണക്കാനും അവര് മടി കാണിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ആ നൃത്തം കണ്ടാൽ തോന്നല് ഖിയാമത്ത് നാള് നടപ്പിലാകുന്നത് വരെ അവരങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്നാണ്. വേറെ ഒന്നും ഇനി സംഭവിക്കാനൊന്നുമില്ല. പ്രവാചകന്മാർ മുഖേന എല്ലാം ബോധ്യപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും അള്ളാന്റെ ഏതെങ്കിലും ഒരു ആയത്ത് കൂടി വെളിപ്പെട്ടിട്ട് ഞാൻ അങ്ങ് അള്ളാഹുവിന് സമർപ്പിക്കുന്നവനാകാം എന്നൊന്നുള്ള ആലോചനയല്ല അവരെ സംബന്ധിച്ചിടത്തോളം. അവരിനി കാണിക്കപ്പെടാൻ, അവർക്ക് ബോധ്യപ്പെടാന് യാതൊന്നുമില്ല. ഇപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ അള്ളാഹു പറയുന്നത് കദാലിക നുരിയ ഇബ്രാഹിം മലക്കൂത്ത് സമാവാത്തി വല്ലാറുണ്ടെന്ന്. ആകാശഭൂമികളുടെ ഒരു സനാതത്വത്തിന്റെ രഹസ്യം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അതിന്റെ അധികാര കേന്ദ്രം ആരാണ് എന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നാം കാണിച്ചു കൊടുത്തു എന്നാണ് അള്ളാഹു പറയുന്നത്. എല്ലാവർക്കും ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണത്. മലക്കൂത്തു സമാവാത്തി വല്ലാർന്ന്, ഈ ആകാശങ്ങളും ഭൂമിയും ഒക്കെ അടങ്ങിയ ഈ പ്രപഞ്ചത്തിന് ഒരു ഉടമസ്ഥനുണ്ട്. അത് സനാഥമാണ്. അതിന് ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്നൊരു ബോധ്യം ആളുകൾക്ക് ഉണ്ടാവുക എന്നതാണ് വിശ്വാസപരമായി ദാർഢ്യത ലഭിക്കുന്നതിന് ഒരു അടിത്തറയായി വർത്തിക്കേണ്ടത്. അങ്ങനെയുള്ള ദാർഢ്യത ഉണ്ടാകാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ആയാത്തുകളാണ് എല്ലാ പ്രവാചകന്മാരും മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആയാത്തുകള് കാണാനും ഉൾക്കൊള്ളാനും അവസരം ഉണ്ടാകുമ്പോൾ അതിന്റെ സ്വാഭാവികമായ ഫലം അവര് വിശ്വാസികളായി മാറുന്നു എന്നതാണ്. അതാണ് വേണ്ടത്. പക്ഷെ ചില ആളുകൾ അല്ലെങ്കിൽ ചില സമൂഹങ്ങൾ അതിന് കൂട്ടാക്കൂല. അവര് കാത്തു നിൽക്കുകയാണ്. ഇനിയും അങ്ങനെ നീണ്ടുപോകുന്ന കാത്തുനിൽപ്പാണ്. എന്തിനാണ്? ഒടുക്കം സാഴത്തങ്ങ് വരട്ടെ, ഇനി അതും കൂടി കണ്ടിട്ട് നമുക്ക് തീരുമാനം എടുക്കാം എന്ന നിലക്കാണ് അവർ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും. ആ വിധത്തിലാണ് അവരുടെ വൈമനസ്യം, വിശ്വാസികളാവാനുള്ള അവരുടെ സന്നദ്ധതയില്ലായ്ക ആ വിധത്തിലാണ്. എന്നാൽ ആ സാഴത്ത് സംഭവിക്കുമ്പോഴോ ഇന്ന് നമ്മളുടെ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കാനും ഒത്താശ ചെയ്യാനും കൂടെ നിൽക്കാനും സൗഹൃദം പങ്കിടാനും ഒക്കെ പലരും ഉണ്ടാവും. പക്ഷെ ആ സാഴത്ത് വന്നു ചേരുന്ന ആ നാളിൽ അന്ന് അൽ അഖില്ലഉ യൗമഇദിൻ എന്താണ്? ആ ദിവസം സുഹൃത്തുക്കളൊക്കെയും ബഅ്ലുഹും ലിബഅ്ലിൻ അദുവ്വുൻ, പരസ്പരം ശത്രുതയിലായിരിക്കും. അന്ന് ആ സൗഹൃദമല്ല ഉണ്ടാകുക, മറിച്ച് ഖില്ലത്തല്ല ഉണ്ടാവുക, അദാവത്താണ് ഉണ്ടാവുക. ഇതാണ് അള്ളാഹുവിടെ പറയുന്നത്. ഖലീൽ എന്ന വാക്കിൽ നിന്നാണ് ഖില്ലത്ത് വരുന്നത്, സൗഹൃദം. ഈ ഖലീൽ എന്നതിന്റെ ബഹുവചനാണ് അഖില്ല. അദുവ് എന്ന് പറഞ്ഞാൽ ശത്രുവാണ്, അദാവത്ത് എന്ന് പറഞ്ഞാൽ ശത്രുതയാണ്. അപ്പൊ അന്ന് ഖില്ലത്ത് ഉണ്ടാവില്ല, സൗഹൃദം ഉണ്ടാവില്ല അവര് തമ്മിൽ. കാരണം അവരാണ് പരസ്പരം ഏറ്റവും ദ്രോഹകരമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് ഈ ആത്മമിത്രങ്ങളായിരുന്ന ആളുകൾക്കിടയിൽ സൗഹൃദം അവശേഷിക്കുകയില്ല. അവര് പരസ്പരം ശത്രുക്കളായിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇല്ലൽ മുത്തഖീൻ, എന്നാൽ ഒരു കൂട്ടർ അതിൽ നിന്ന് ഒഴിവാണ്. അള്ളാഹു അവരെ ആ ഗണത്തിൽ പെടുത്തിയിട്ടില്ല. അതാരാണ്? മുത്തഖികൾ, തഖ്വയുടെ മാർഗം അവലംബിച്ച ആളുകൾ. അവര് ഭൗതിക ലോകത്ത് പരസ്പരം തഖ്വ കൊണ്ട് ഉപദേശിക്കുമായിരുന്നു, ഹക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിന്റെ പേരിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോ സബർ ചെയ്യാൻ വേണ്ടി അവര് പിന്തുണ കൊടുക്കുമായിരുന്നു. സാരമില്ല, എന്തായാലും ഈ ദുനിയാവിലൊരു കാലത്തെ നമ്മൾ ഈ വിഷമം അനുഭവിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുമായുള്ള മുലാഖാത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് ഈ ദുനിയാവ് തീരുന്നത് വരെയുള്ള സഹനമേ നമുക്ക് വേണ്ടതുള്ളൂ എന്ന് പരസ്പരം ആശ്വസിപ്പിക്കുന്ന ആളുകൾ. അത് എല്ലാവിധ വെല്ലുവിളികളും നേരിടേണ്ടി വരുമ്പോഴും തിരിച്ചടികൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും ഒറ്റപ്പെടുത്തലും അതുപോലെ അക്രമവും ഒക്കെ നേരിടേണ്ടി വരുമ്പോഴും നമ്മൾ വല്ലാതെ മാനസികമായി തളർന്നു പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളില് യഥാർത്ഥ മുത്തഖിയായ ഒരു സുഹൃത്ത് എന്താ ചെയ്യുക? നമ്മൾ നിലകൊള്ളുന്നത് ഹക്കിന്റെ മാർഗത്തിലാണ്. നമ്മൾ അതിലിന്റെ വഴി വിട്ടിട്ട് എങ്ങോട്ടും നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് വളരെ ശക്തമായി നിലകൊള്ളണം. നമ്മുടെ പാദങ്ങൾ ഇടറിപ്പോവാൻ പാടില്ല. നമ്മൾ
വ്യതിചലിച്ചു പോകുന്ന യാതൊരു നിലപാടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. നമുക്ക് സഹനം അവലംബിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളാം എന്ന് പരസ്പരം ഉപദേശിക്കുന്ന ആളുകളാണ് മുത്തഖികൾ. ഈ മുത്തഖികൾ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സാഴത്ത് സംഭവിക്കുന്ന ആ നാളിൽ അവരുടെ സൗഹൃദം തകർന്നു പോയിട്ടുണ്ടാവില്ല. അവരുടെ സൗഹൃദം വളരെ ഇൻടാക്റ്റ് ആയിട്ട് ഭദ്രമായിട്ട് നിലനിൽക്കും. എന്നാൽ കുഫറിന്റെ ജീവിത പാതയിലൂടെ കടന്നുപോയ ആളുകളോ അവർക്ക് ഭൗതിക ലോകത്ത് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ആ സൗഹൃദം ഒന്നും അവിടെ ഉണ്ടാവില്ല. അവര് പരസ്പരം വലിയ ശത്രുക്കളായിട്ടുണ്ടാവും. ഏറ്റവും മോഹനമായ ഒരു കാര്യം, ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുകയും ഒരു പ്രയാണപാത തിരഞ്ഞെടുക്കുകയും ആ മാർഗത്തിൽ അഹോരാത്രം പ്രയത്നിക്കുകയും അതിന്റെ പേരിൽ വേദനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ പരസ്പരം തോളോട് തോളുരുമ്മി പരസ്പരം പിന്തുണയായി ബലമായി ശക്തിയായി നിലകൊണ്ട തഖ്വയുള്ള കൂട്ടുകാരുണ്ടല്ലോ. ഈ തഖ്വയുള്ള കൂട്ടുകാര് പാരത്രിക ലോകത്ത് നമുക്ക് കൂട്ടുകാരായിട്ട് തന്നെ ഉണ്ടാവും. അവര് ആ സൗഹൃദം തകർത്ത് എങ്ങോട്ടും പോകൂല. അവര് മുത്തഖികളായ ആ കൂട്ടുകാര് നമ്മെ വിട്ടുപിരിയാതെ നമുക്ക് ഒരു കൂട്ടായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. അവരൊരിക്കലും തന്നെ ശത്രുക്കളായി മാറുകയില്ല എന്നതാണ് ആ സൗഹൃദത്തിന്റെ ഒരു പ്രത്യേകത. യഥാർത്ഥത്തിൽ സ്നേഹബന്ധത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഏറ്റവും ഉദാത്തമായ ചില ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിലാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുമിച്ചിരുന്ന് ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കാൻ സന്നദ്ധരായ ആളുകള്, ആ ആളുകൾ ആ മാർഗത്തില് ഉടനീളം നിലകൊള്ളുകയും ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുകയൊക്കെ ചെയ്തപ്പോഴും അവർക്കിടയിൽ ഉണ്ടായിരുന്ന വ്യക്തിബന്ധം എന്നത് അങ്ങേയറ്റത്തെ ദൃഢതയുള്ള സ്നേഹത്തിന്റെ അടിത്തറയിൽ ബിൽഡപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു. അത്തരം സൗഹൃദങ്ങള് അറ്റുപോകൂല. സാഴത്തിന്റെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഘട്ടത്തിലും ആ സൗഹൃദം ഏറ്റവും വലിയ സൗഹൃദമായിട്ട് തന്നെ നിലകൊള്ളുന്നു എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മക്കയിലെ ആളുകളുടെ ഈ സത്യനിഷേധത്തിന്റെ പശ്ചാത്തലത്തില് ആ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർചേരിയില് ഇങ്ങനെ ഭയങ്കര സൗഹൃദം കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഷിർക്കിന് വേണ്ടി, കുഫറിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കുന്നതിനൊക്കെ വേണ്ടി അവര് വല്ലാണ്ട് സൗഹൃദത്തിൽ കൈകോർത്തിരുന്നു. എന്നാൽ ഈ സൗഹൃദമൊന്നും സാഴത്ത് സംഭവിക്കുമ്പോൾ അവർക്ക് നിലനിർത്താൻ സാധിക്കുകയില്ല. അവര് പരസ്പരം ശത്രുക്കളായി മാറും. ഇവരാണ് എന്നെ ഈ അസത്യത്തിന്റെ മാർഗത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അതിന് കൂട്ടായി നിന്നത് ഇവര് കാരണമായിട്ടാണ് എനിക്ക് സത്യമാർഗം സ്വീകരിക്കാൻ പറ്റാതെ പോയത് എന്നൊക്കെയുള്ള പരാതിയായിരിക്കും അവർക്ക് പരസ്പരം ഉണ്ടാവുക. അപ്പോ അന്ന് ആ സൗഹൃദങ്ങളൊക്കെ തന്നെയും സുഹൃത്തുക്കളൊക്കെ തന്നെയും ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ, അവര് പരസ്പരം ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുടെ അടിത്തറയുള്ള ആളുകളുടെ കാര്യത്തിൽ ഒഴികെ. അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും ബുദ്ധിപരമായ സത്യസന്ധതയും നന്മയും ഒക്കെ മേളിച്ച തരം ആളുകൾ സുഹൃത്തുക്കളായി ഉള്ളവര് യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അവർക്ക് എല്ലാ സന്ദർഭത്തിലും ഒരു പോസിറ്റീവ് എനർജി ഈ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൗതിക ലോകത്ത്. അവര് എന്ത് തരം വെല്ലുവിളി നേരിടുകയാണെങ്കിലും, തിരിച്ചടികൾ അനുഭവിക്കേണ്ടി വരികയാണെങ്കിലും അവർക്ക് അത്തരം സുഹൃത്തുക്കൾ വലിയ കരുത്തായിട്ടാണ് നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ആളുകൾ ആ ഘട്ടത്തില് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് കേൾക്കാനിടയാകുന്ന ഒരു കാര്യമാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. യാ ഇബാദി, യാ ഇബാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു വിളിക്കുന്നത്. യാ ഇബാദി എന്ന് ദീർഘിപ്പിച്ചു പറയാം, അല്ലെങ്കിൽ യാ ഇബാദ് എന്ന് ചുരുക്കി പറയാം. രണ്ടായാലും ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ്. എന്റെ ദാസന്മാരെ എന്ന് അള്ളാഹു തനിക്ക് വിധേയപ്പെട്ടുകൊണ്ട്
അള്ളാഹുവിന്റെ മാർഗം അംഗീകരിച്ച് ഉൾക്കൊണ്ട് ആ ജീവിത സരണി സ്വീകരിച്ച ആളുകളെ ഏറ്റവും ഇമ്പമാർന്ന രീതിയിൽ വിളിക്കുന്ന ഒരു രീതിയാണ് യാ ഇബാദ്. യാ ഇബാദ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടിയാറുകളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് അവരോട് പറയുന്നത്? ലാ ഖൗഫുൻ അലൈക്കും അല്യൗം. ഇന്ന് നിങ്ങളൊന്നും പേടിക്കേണ്ട കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഭയപ്പെടാനായിട്ട് യാതൊരു കാര്യവുമില്ല. ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം വലാ അൻതും തഹ്സനൂൻ. നിങ്ങൾ യാതൊരു കാര്യത്തിന്റെ പേരിലും ദുഃഖിക്കേണ്ടതുമില്ല. നിങ്ങൾക്ക് ഖൗഫും ആവശ്യമില്ല, ഹുസ്നും ആവശ്യമില്ല എന്നാണ് അള്ളാഹു അങ്ങനെയുള്ള ഇബാദുകളെ വിളിച്ചുകൊണ്ട്, തന്റെ മുത്തഖികളായ ഇബാദുകളെ വിളിച്ചുകൊണ്ട് ആ സ്നേഹബന്ധത്തിന്റെ വളരെ ഗാഢമായ ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പാരത്രിക ലോകത്തും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാവുന്ന ഈ ആളുകൾ, അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. അവരുടെ സൗഹൃദങ്ങൾ അറ്റുപോയിട്ടില്ല. സുഹൃത്തുക്കളൊക്കെയും ആ സ്നേഹബന്ധത്തിന്റെ ആ വളരെ ദൃഢമായ ഒരു ഒരു റിലേഷൻഷിപ്പിലാണ് അവരുള്ളത്. അവരെ ഒരുമിച്ച് അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്ന യാ ഇബാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ലാ ഖൗഫുൻ അലൈക്കും അല്യവും. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. വലാ അൻതും തഹ്സനൂൻ. നിങ്ങൾക്ക് ഒരു കാര്യത്തിന്റെ പേരിലും ദുഃഖവും വേണ്ടതില്ല. ദുഃഖം എന്നത് പിന്നിട്ട കാര്യങ്ങളെ കുറിച്ചായിരിക്കും, കഴിഞ്ഞു പോയതിന്റെ പേരിലുള്ളതായിരിക്കും ദുഃഖം. ഖൗഫ് എന്നത്, ഭയപ്പാട് എന്നത് ഇനി വരാനുള്ളതിന്റെ പേരിലായിരിക്കും. കഴിഞ്ഞു പോയ നാളുകളിലെ നഷ്ടങ്ങൾ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വരാനിരിക്കുന്ന നിങ്ങളുടെ മുന്നിലുള്ള വിചാരണയും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ പേരിൽ നിങ്ങൾക്ക് ആശങ്കയോ ഭയപ്പാടോ വേണ്ടതുമില്ല. നിങ്ങൾ വളരെ സുരക്ഷിതരാണ്, എല്ലാ നിലക്കും ഭാഗ്യം ചെയ്തവരാണ് എന്നാണ് ആ ഘട്ടത്തിൽ അള്ളാഹു അവരോടായിട്ട് പറയുന്നത്. അല്ലദീന ആമനൂ ബി ആയാത്തിന വകാനൂ മുസ്ലിമീൻ. എന്താണ് നിങ്ങളുടെ ഈ വിജയത്തിന്റെ രഹസ്യം? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ സൗഹൃദത്തിന്റെയും ഈ സൗഭാഗ്യത്തിന്റെയും ഒക്കെ അനന്തരാവകാശികളായി മാറിയിട്ടുള്ളത്? അല്ലദീന ആമനൂ ബി ആയാത്തിന. നമ്മുടെ സൂചനകളെ വിശ്വസിക്കാൻ കൂട്ടാക്കിയവരാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മെറിറ്റ്. ആയാത്തുകളെ ഉൾക്കൊള്ളാൻ നിങ്ങൾ സന്നദ്ധരായി. അള്ളാഹുവിനെ ഈ ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്രപഞ്ചത്തിലുള്ള അസംഖ്യം ആയാത്തുകൾ ഉണ്ട് അള്ളാഹിനെ ബോധ്യപ്പെടാൻ നമുക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള. അത് ഓരോരുത്തരുടെയും ബുദ്ധിപരമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അതിന് വ്യാപ്തിയോ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളോ കൂടുകയോ കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആർക്കും ആവശ്യമുള്ള, അള്ളാഹുവിനെ ബോധ്യപ്പെടുന്നതിന് ആവശ്യമുള്ള അസംഖ്യം തെളിവുകൾ, അസംഖ്യം സൂചനകൾ ഈ പ്രപഞ്ചത്തിലും ചുറ്റുപാടുമൊക്കെ ആയിട്ട് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിടെ പറയുന്ന അത്തരം സൂചനകളെ അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളായി മാറാൻ സന്നദ്ധരായവരാണ് നിങ്ങൾ. അല്ലദീന ആമനൂ ബി ആയാത്തിന. നമ്മുടെ ആയാത്തുകളെ വിശ്വസിക്കാൻ കൂട്ടാക്കിയവർ. വകാനൂ മുസ്ലിമീൻ. മാത്രവുമല്ല അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ആവാൻ സന്നദ്ധരായവരുമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരായവരുമാണ് നിങ്ങൾ. അതിന്റെ പേരിലാണ് ഈ ദിവസം നിങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല, അതുപോലെ ഒരു കാര്യത്തിലും ദുഃഖിക്കേണ്ടതുമില്ല എന്ന് അള്ളാഹു ഇവിടെ പറയുന്നത്. അല്ലദീന ആമനൂ ബി ആയാത്തിന വകാനൂ മുസ്ലിമീൻ. നമ്മുടെ ആയാത്തുകളിൽ വിശ്വസിക്കുകയും മുസ്ലിങ്ങളായിരിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, ആ ഒരു ഗണത്തിലാണ് നിങ്ങൾ പെടുക. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നിന്റെ പേരിലും ദുഃഖിക്കേണ്ടതില്ല, ഒന്നിന്റെ പേരിലും ഭയപ്പെടേണ്ടതുമില്ല. അപ്പൊ അവരോട് പറയപ്പെടുന്ന കാര്യം ഇങ്ങനെയാണ്. അള്ളാഹു തുടർന്ന് അവരോട് പറയുക ഇങ്ങനെയാണ്: ഉദ്ഖുലുൽ ജന്നത. നിങ്ങൾ ഈ ഉദ്യാനത്തിൽ, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ആരൊക്കെയാണ്? അൻതും വാസുവാജുക്കും. നിങ്ങളും നിങ്ങളുടെ അസുവാജും. അസുവാജ് എന്ന് പറഞ്ഞ ഒരുപാട് അർത്ഥസാധ്യതകളുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഇണകളും, നിങ്ങളുടെ പത്നിമാര് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാര്,
ഈ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്നതാണ് ഒരർത്ഥം. നിങ്ങളും നിങ്ങളുടെ സംഘങ്ങളും എന്നൊരർത്ഥം. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും സൗഹൃദ ബന്ധത്തിലുള്ള ആളുകളും അവരൊക്കെയും ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അപ്പൊ അള്ളാഹുവിടെ സൂചിപ്പിക്കുകയാണ്, ഇവരോടായിട്ട് അള്ളാഹു പറയുന്ന കാര്യം ഇതാണ്. നേരത്തെ പറഞ്ഞല്ലോ, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും അൽയൗം വലാ അൻതും തഹ്സനൂൻ എന്ന് പറഞ്ഞല്ലോ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട്. എന്നിട്ട് എന്തിന്റെ പേരിലാണ് അവര് അള്ളാഹുവിന്റെ ഈ അംഗീകാരത്തിന് അർഹരായിരിക്കുന്നത് എന്നതും സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അല്ലദീന ആമനു ബി ആയാത്തിന വകാനു മുസ്ലിമീൻ എന്നതാണ്. എന്നിട്ട് അവരോട് വീണ്ടും അള്ളാഹു അഭിസംബോധന ചെയ്യുകയാണ്, ദുഖുലുൽ ജന്നത. ഈ വാചകം ഒന്നുകിൽ അള്ളാഹു നേരിട്ട് പറയുന്നതാവാം, അല്ലെങ്കിൽ അള്ളാഹു ചുമതലപ്പെടുത്തിയ മലക്കുകൾ പറയുന്ന വിധത്തിലൊക്കെ ആവാം. ഖുർആന്റെ വിവരണത്തിന്റെ ആ പ്രത്യേകതയും ശൈലിയും ഒക്കെ അങ്ങനെയുള്ളതാണ്. ഉദ്ഖുലുൽ ജന്നത, നിങ്ങൾ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. അൻതും വ അസുവാജിക്കും, തനിച്ചായി പോയി എന്നുള്ള ആശങ്കയൊന്നും നിങ്ങൾക്ക് വേണ്ട. തനിച്ചായി പോയി എന്ന വിഷമൊന്നും വേണ്ട. നിങ്ങളും നിങ്ങളുടെ സംഘവും, നിങ്ങളും നിങ്ങളുടെ പത്നിമാരും, നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും ഒക്കെയും ഈ ഉദ്യാനത്തിൽ പ്രവേശിച്ചു കൊള്ളുക. തുഹ്ബറൂൻ, അവിടെ നിങ്ങൾ സന്തോഷിപ്പിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ആനന്ദത്തിന്റെ അനുഭവമാണ് നൽകപ്പെടാൻ പോകുന്നത്. നിങ്ങൾ സന്തോഷിപ്പിക്കപ്പെടാൻ പോവുകയാണ്. തുഹ്ബറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിലൈറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. നിങ്ങൾക്ക് അല്ലാഹു ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവങ്ങൾ നൽകാൻ പോകുന്നു. നിങ്ങളെ വളരെയേറെ ആദരിച്ചുകൊണ്ടും നിങ്ങൾക്ക് അംഗീകാരവും പരിഗണനയും നൽകിക്കൊണ്ടുമാണ് ഈ ഉദ്യാനത്തിലേക്ക്, ഈ സ്വർഗത്തിലേക്ക് നിങ്ങളെ സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചോളൂ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അസുവാജു, നിങ്ങളുടെ ഇണകള്, നിങ്ങളുടെ കൂട്ടുകാര്, നിങ്ങളുടെ സംഘങ്ങൾ, ഈ നിലക്കൊക്കെ അത് മനസ്സിലാക്കാം. ഇണകൾ എന്ന് പറയുമ്പോ പലരും ഒരു പക്ഷെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് അതിനെ കാണുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടാകാം. ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഭൗതിക ലോകത്ത് കൂടെ ജീവിച്ച് മടുത്തു എന്ന നിലപാടൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകാമല്ലോ. അത്തരം ആളുകളും ഏത് കാര്യമാണോ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളുമായുള്ള ജീവിതത്തിൽ നമുക്ക് മടുപ്പുണ്ടാക്കിയിട്ടുള്ളത്, ആ കാര്യം മാറ്റി അവരേറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ഇഷ്ടമുള്ള ആളാക്കി മാറ്റിക്കൊണ്ട് അള്ളാഹു അവരെ തന്നെ നമുക്ക് ഇണകളായിട്ട് സമ്മാനിച്ചു വരും. അത് കൃത്യമായിട്ട് അങ്ങനെ നമ്മൾ ഗണിക്കേണ്ടതില്ല. യഥാർത്ഥത്തില് നമുക്ക് ഏതാൾക്കും സ്വർഗത്തിലെ അള്ളാഹു ഏറ്റവും ഉന്നതമായ, ഏറ്റവും ആകർഷകമായ, ഏറ്റവും ഇഷ്ടം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു പ്രകൃതവും രൂപവും ആകാരവും ഒക്കെയാണ് നൽകുക. രൂപം, സ്വഭാവം, പ്രകൃതം ഇതൊക്കെ തന്നെ ഏറ്റവും ഐഡിയൽ ആയതാണ് അള്ളാഹു അവിടെ എല്ലാവർക്കും നൽകുക സ്വർഗത്തില്. അങ്ങനെ നൽകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്ത് വിവാഹ ബന്ധത്തിലോ സൗഹൃദ ബന്ധത്തിലോ ഒക്കെ പല വിള്ളലുകളും ഉണ്ടാവാം, അല്ലെങ്കിൽ പല അതൃപ്തികളും ഉണ്ടാവാം. ഈ അതിർത്തികളോടെയും അല്ലെങ്കിൽ ഈ വിള്ളലുകളോടെയുമാണ് സ്വർഗത്തിൽ പോവുക എന്ന് ആരും കരുതേണ്ടതില്ല. അതൊക്കെ അള്ളാഹു പരിഹരിച്ച് തന്ന് നമ്മൾ എന്തൊന്നാണോ മോഹിക്കുന്നത് അതാണ് നമുക്ക് അള്ളാഹു അവിടെ തരിക. അത് ഈ അസ്വാജ് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രൂപത്തിൽ നൽകപ്പെടുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. അള്ളാഹുവിടെ നൽകുന്ന ഒരു സൂചന അതുകൂടിയാണ്. അപ്പോ അൻതും വ അസ്വാജുക്കും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ പങ്കാളികള് അല്ലെങ്കിൽ കൂട്ടുകാര്, നിങ്ങളുടെ ഇണകള്, സുഹൃത്തുക്കള്, അതുപോലെ നിങ്ങളുടെ സഹകാരികള്, ഇവരൊക്കെയും തന്നെ നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്നാണ്. തുഹ്ബറൂൻ, നിങ്ങൾ അവിടെ ആഹ്ലാദം പകർന്നു നൽകപ്പെടുന്നവരാകും, നിങ്ങൾ സന്തോഷിപ്പിക്കപ്പെടും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ യുതാഫു അലൈഹിം ബിശിഹാഫിൻ, അവരുടെ ഇടയിലായിട്ട് അങ്ങനെ ചുറ്റിക്കറങ്ങും വലിയ ഭക്ഷണപാത്രങ്ങൾ. ഷിഹാഫിൻ മിൻ ദഹബിൻ വ അഖ്വാബിൻ, എങ്ങനെയുള്ള പാത്രങ്ങളാണ്? സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെയുള്ള വലിയ താലങ്ങളാണ്. ഷിഹാഫ് എന്ന് പറഞ്ഞാൽ ഷഹഫത്തിന്റെ ബഹുവചനാണ്. ഷഹഫത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഭക്ഷണം വിളമ്പുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണിയും മന്തിയും ഒക്കെ വിളമ്പുന്ന വലിയ പാത്രം ഉണ്ടല്ലോ,
കോരിയിട്ട് കൊടുക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള പാത്രമായിരിക്കണം. അത് സ്വർണവും വെള്ളിയും ഒക്കെയാണ്. വലിയ ഭക്ഷണ പരിപാടികൾ നടക്കുമ്പോൾ, സദ്യയൊക്കെ നടക്കുമ്പോൾ നമ്മളിപ്പോ തന്നെ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന കാണുന്നുണ്ട്. വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണവർണ്ണമുള്ളതും വെള്ളിയുടേതുപോലെയുള്ള വർണ്ണമുള്ളതും വെട്ടിത്തിളങ്ങുന്ന വിധത്തിലുള്ള പാത്രങ്ങളിൽ ഭക്ഷണം ഒരുക്കി വെച്ച കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോ പാരത്രിക ലോകത്ത് വിശ്വാസികൾ മുത്തഖികൾ ആനയിക്കപ്പെടുമ്പോ അവർക്കിടയിലായിട്ട് കറങ്ങും എന്നാണ് അള്ളാഹു പറയുന്നത്. യുതാഫു അലൈഹിം ബിശിഹാഫിൻ മിൻ ദഹബിൻ വ അഖ്വാബിൻ. ദഹബിന്റെ ശിഹാഫ്, അതുപോലെ അഖ്വാബും. അഖ്വാബ് എന്ന് പറഞ്ഞ കപ്പുകളാണ്, കൂബുകളാണ്. കൂബിന്റെ ബഹുവചനാണ് ഈ അഖ്വാബ് എന്ന് പറയുന്നത്. അപ്പോ വലിയ താലങ്ങളും കപ്പുകളും ഒക്കെയാണ്. അത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ ഉള്ളതാണ്. അതിലാണ് ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ച് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ആളുകള് ഈ ഭക്ഷണപാത്രവുമായിട്ട് ചുറ്റും നമുക്ക് വേണ്ടി അതുകൊണ്ട് കറങ്ങുന്നുണ്ടാവാം. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സംവിധാനത്തിൽ ഈ ഭക്ഷണപാത്രങ്ങൾ തന്നെ നമ്മുടെ അടുക്കലേക്ക് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ കറങ്ങി എത്തുന്ന ഒരു സംവിധാനം ഉണ്ടാകാം. ഇതൊക്കെ നമ്മൾ തന്നെ ഇപ്പോ തീന്മേശയിൽ ഒരുക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണല്ലോ. ഒന്ന് കറക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാത്രവും ആ ഭക്ഷണം നിറച്ച അവസ്ഥയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ തീന്മേശകൾ ഒരുക്കുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒന്നുകിൽ ഈ ഭക്ഷണപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ ആ വിധത്തില് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് അതാരെങ്കിലും സെർവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാവാം. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അങ്ങനെ ഭക്ഷണപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരവസ്ഥ. അപ്പോ യുതാഫു അലൈഹിം ബിശിഹാഫിൻ മിൻ ദഹബിൻ വ അക്വാബിൻ വഫീഹ. അപ്പോ മിൻ ദഹബിൻ വ അക്വാബിൻ വഫീഹ മാ തശ്തഹീഹിൽ അൻഫുസ്. അപ്പോ ഇതില് ഞാന് യുതാഫു അലൈഹിം ബിശിഹാഫിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ സിഹാഫിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സംസാരിച്ചപ്പോ അതിനോട് വെള്ളിയും ചേർത്ത് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സ്വർണത്തിന്റെ താലങ്ങളാണ് ഭക്ഷണം നിറച്ചൊരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മുന്നിലേക്ക് അങ്ങനെ കറക്കപ്പെടുന്ന കാര്യം പറയുന്നു. അഖ്വാബ് എന്ന് പറഞ്ഞാല് താലങ്ങൾ പോലെ കോപ്പകളും ചഷകങ്ങളും ഒക്കെയാണ്. വഫീഹ, അവയില് മാ തശ്തഹീഹിൽ അൻഫുസ്, നമ്മുടെ മനസ്സ് കൊതിക്കുന്നതൊക്കെയും അതിലുണ്ടാവും. മനസ്സ് ആഗ്രഹിക്കുന്ന സംഗതികൾ. വതലദ്ദുൽ അയ്യുൻ, കണ്ണുകൾ ആസ്വദിക്കുന്ന തരത്തിലുള്ളതുണ്ട്. സ്വർഗത്തില് അവർക്കായി ഇങ്ങനെയുള്ള താലങ്ങളും കപ്പുകളും ഒക്കെ അവരാഗ്രഹിക്കുന്ന തരം ഭക്ഷ്യവിഭവങ്ങളുമായിട്ട് അങ്ങനെ കറങ്ങുന്നുണ്ടാവും. അതിലവര് കൊതിക്കുന്ന തരം മാ തശ്തഹീഹിൽ അൻഫുസ്, മനസ്സുകൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ളതുണ്ടാകും. വതലദ്ദുൽ അയ്യുൻ, കണ്ണുകൾക്ക് ആസ്വാദനമുള്ള തരത്തിലുള്ളതും ഉണ്ടാകും. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അവിടെ നിത്യവാസികളുമായിരിക്കും. വളരെയേറെ ആനന്ദകരമായ ഒരു കാര്യമാണ് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ആളുകൾ, തഖ്വയുടെ പാത സ്വീകരിച്ച ആളുകൾ, അവരെ ഏറ്റുവാങ്ങാനിരിക്കുന്ന സ്വർഗം, അവരും അവരുടെ കൂട്ടുകാരും അവിടെ സ്വാഗതം ചെയ്യപ്പെടുന്നു. അവർക്ക് ഏറ്റവും ആനന്ദകരമായ വിഭവങ്ങൾ നൽകപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അവരെ അവിടെ ആനന്ദിപ്പിക്കപ്പെടുന്നതാണ്, അവർക്ക് അവിടെ സന്തോഷം പകർന്നു നൽകപ്പെടുന്നതാണ്. മാത്രവുമല്ല, അവിടെ ആളുകൾക്ക് ഉണ്ടാവാൻ ഇടയുള്ള ഒരേ ഒരു ആശങ്ക, ഇതൊക്കെ അങ്ങ് തീർന്നു പോവോ, ഇതൊക്കെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നതായിരിക്കും. അതിന് ഒരു വിരാമം ഇടുന്ന വിധത്തിലാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. വഅൻതും ഫീഹാ ഖാലിദൂൻ, അങ്ങനെയുള്ള ആശങ്ക ഒന്നും വേണ്ട, നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കും എന്നാണ് തുടർന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഈ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും കാര്യങ്ങൾ കൂടി തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യം നമുക്ക് വരും ദിവസങ്ങളിലെ പഠനത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.